ഓഫ് മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് ഇത് തീ കോട്ടനാണ്, ഇത് തീയാണ്, തീ പൊള്ളുന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ പൊള്ളുന്ന തീനെ നമ്മൾ എന്ത് ചെയ്യുക, മനക്കരത്തോടു കൂടി കീഴ്പ്പെടുത്തുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോഴും ഇത്രയേ ഉള്ളൂ. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് സിമ്പിളാന്നുള്ളത്. ചെയ്യുന്നവരെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ കുപ്പിച്ചിയിൽ കൂടെ നടക്കാൻ പറഞ്ഞാൽ, തീയിൽ കൂടെ നടക്കാൻ പറഞ്ഞാൽ, മൂർച്ചുള്ള കത്തിര മേലെ കയറാൻ പറഞ്ഞാൽ കുപ്പിലൊരു ഇങ്ങനെ വലിക്കൊന്നും വേണ്ട. ചെയ്ത് കഴിഞ്ഞൊക്കെ സിമ്പിളാണ്. ഇവിടെ കത്തിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ കത്തിക്കുക. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ മക്കളെ, ഇതാണ് സംഭവം. ഒരു കോട്ടൺ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് അതിൽ തീ കത്തിക്കുക, ഫയർ ബോൾ ആക്കിയിട്ട് അതിനെ നമ്മൾ വായയിലേക്ക് ഇടുക അല്ലേ. സാധാരണ വായയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളുമെന്ന് നമുക്കറിയാം, തീയാണെന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ വായയുടെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വായ അടച്ച ഓക്സിജൻ കിട്ടൂല, അത് വായന്ന് കെട്ടുപോകും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് തീയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിട്ട് അത് നമ്മുടെ വായിലേക്ക് ഇടാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, അതൊരു മൈൻഡ് പവറാണ്. ആ മൈൻഡ് പവർ കൊണ്ട് നമുക്കുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല ആളുകൾക്കും പല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ആകെ അസ്വസ്ഥമാകുന്ന ആളുകളുണ്ട്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിനും നെഗറ്റീവായി കാണുന്ന ആളുകളുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നെഗറ്റീവ് തോട്ട്സിനെ ഒന്നങ്ങോട്ട് പൊട്ടിക്കാൻ മാഷാ അല്ലാഹ് അടിപൊളി സംഭവമാണ് ഇട്ടത്. ഇത് എല്ലാവർക്കും നെഗറ്റീവ് തോട്ട്സ് പൊട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ നെഗറ്റീവിൻ്റെ അളവനുസരിച്ചിട്ടായിരിക്കും. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് ക്ലയൻസുകളെ ഞാൻ ഇതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ അസ്വസ്ഥമായവർ, എല്ലാ കാര്യത്തിലും നെഗറ്റീവായി ചിന്തിക്കുന്നവരെ, അതേപോലെ തന്നെ വളരെ മാനസികമായിട്ട് പിരിമുറുക്കുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ ഫയർ ബോൾ ഞാൻ തിന്നാൻ കൊടുക്കും. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെന്നെ ആകെ അത്ഭുതപ്പെടും. എന്തോ നെഞ്ഞത്തുനിന്ന് പോയി, മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയി, എനിക്ക് എന്തൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എല്ലാത്തിനും കുറ്റം പറഞ്ഞ കുറച്ച് ആൾക്കാർ ചോദിക്കും, തീയല്ലേ, എന്തിനാണ് ഈ തീയിൽ ഇങ്ങനെ കളിക്കുന്നത്, എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, പലരും പറയും. അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ മക്കളെ. പിന്നെ അപകടമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ, ഭക്ഷണം കഴിക്കുന്നത് അപകടം തന്നെയാണ്. അതും നമ്മൾ വിചാരിച്ച രീതിയിൽ അല്ലെങ്കിൽ അതൊക്കെ തൊണ്ടയിൽ ഇരിക്കണില്ലേ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ? റോട്ടിലേക്ക് ഇറങ്ങി നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാവുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും യാത്ര ചെയ്യാതിരിക്കുന്നുണ്ടോ? അപ്പം എല്ലാ കാര്യങ്ങളിലും ബാക്കിൽ ചെറിയൊരു അപകടങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലെ ഇതിലും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ സൂക്ഷിച്ചാൽ 100% സേഫ്റ്റിയാണ്. നമ്മളിത് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ തീ വായിലേക്ക് ഇട്ടതിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് തുറന്ന് പിടിച്ചാൽ ചിലപ്പോൾ പണി, അതല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ജീവിതത്തിൽ ഒരുപാട് സമയം ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ സ്ട്രെസ്സായിരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളുകൾ, എന്തെങ്കിലുമൊക്കെ ബ്ലോക്കുള്ള ആളുകൾ, ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാർട്ടിൻ്റെ ബ്ലോക്കൊന്നും അല്ല കേട്ടോ, നെഗറ്റീവായിട്ട് നമുക്ക് എന്തിനും കാണുന്നൊരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതായത് ഇത് കയ്യിലെടുത്തപ്പോൾ കുട്ടി ചെയ്യുന്നത് പോലെ വായിലിട്ട് കഴിയുമ്പോൾ, ഞാൻ തീയാണല്ലോ ഇത്രേ ഓപ്പണായിട്ട് എൻ്റെ വായിലേക്ക് ഞാൻ ഇട്ടത്, തീയിന് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുമോ? അപ്പോൾ ചില അമ്മമാർ പറയാറുണ്ട്, ഞാൻ തീ തിന്നിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചില കുട്ടികളോട് ഇതുപോലെ പിന്നെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പറയും, മക്കളെ നിങ്ങൾ അമ്മോട് ചോദിക്കും, ശരിക്കുള്ള തീ നിങ്ങൾ തിന്ന് കാണിച്ചു തരാം രസകരമായിട്ട്. ഇതിപ്പോൾ ശ്രീപതി എഞ്ചിനീയർ കോളേജിലെ സ്റ്റുഡൻസാണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസാണ്. നല്ല മക്കളെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, എന്തൊരു ഉഷാറാണെന്നറിയും. ഒരാൾ പോലും ഭയപ്പെട്ടിട്ട് മാറി നിന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അതിലാദ്യം ഒരാൾ കയറി വന്നത് വീഡിയോയുടെ തുടക്കത്തിലുണ്ട്. അവൾ ഭയങ്കര ധൈര്യശാലിയാണ്. ടോപ്പിക് പ്രസൻറ്റേഷനിലൊക്കെ അടിപൊളിയായിട്ട് പ്രസൻറ്റേഷൻ ചെയ്തു. മാത്രമല്ല എല്ലാത്തിനും ഓക്കെയാണ്. അങ്ങനെയുള്ള എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം, പലരും പല രീതിയിലും കഴിവുള്ള മക്കളാണ്, നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര രസമായി അവർക്ക് കുറച്ച് സമയം ക്ലാസ് എടുത്തപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തൊരു പ്രോഗ്രാമാണിത്. പക്ഷേ ഇത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഒരു അത്ഭുതം നടക്കും നമ്മുടെ മനസ്സിൽ, വലിയ അത്ഭുതം നടക്കും. പക്ഷെ സൂക്ഷിച്ച് ചെയ്യണം. ഷാളിൽ ഇതാവരുത്. ഷാളിട്ട കുട്ടികൾ പെട്ടെന്ന് വായിക്കിടുമ്പോൾ ഷാളിലായ പ്രശ്നമാവും, അതേപോലെ തന്നെ മീശമ്മായ പ്രശ്നമാവും, താടിമായ പ്രശ്നമാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ കോട്ടണിൽ കത്തിച്ചിട്ട് വായ തുറന്ന് പിടിച്ചിട്ട് വളരെ ഫ്രീ ആയിട്ട്, കണ്ട ഈ കുട്ടി ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട്. അവൾ പെട്ടെന്ന് ഇതിന് തുപ്പിക്കളഞ്ഞു, എന്താണെന്നറിയില്ല, എന്തോ ആവട്ടെ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇത് ചെയ്ത് കണ്ടു. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ,
എന്തോ എനിക്ക് വലിയൊരു ശക്തി കിട്ടിയതുപോലെ, അതല്ലെങ്കിൽ എനിക്ക് എന്തോ എന്തിനൊരു ധൈര്യം വന്നതുപോലെ ഉണ്ട് സാറേ എന്ന് പറയാറുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നിസ്സാരമായിട്ടുള്ളൊരു ടാസ്ക്കാണ്. പിന്നെ അപ്പം അത് ഒരു ട്രെയിനിങ് അല്ലേ വേണ്ട. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കും, അവർ കൈ പൊള്ളിയിട്ടായിരിക്കാം, പിന്നെ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരിക്കും എല്ലാവർക്കും. ഒറിജിനൽ തീയാണല്ലോ, ഡൂബിളൊന്നും അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ചില ആളുകൾ വായ അടക്കാൻ മറക്കുന്നവരുണ്ട്, അവർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവാറ്. എന്താണെങ്കിലും അടിപൊളിയായിട്ട് നമ്മുടെ ഈ മക്കളൊക്കെ ചെയ്തത് നിങ്ങൾ നോക്കൂ. അപ്പം ഇതുപോലെ ആരെങ്കിലൊക്കെ ഒരു പരിശീലനം നൽകാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ വീട്ടിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് പ്രായക്കാർക്കും ചെയ്യട്ടോ. പക്ഷേ സൂക്ഷിക്കണം, നമ്മുടെ വസ്ത്രത്തിലേക്കാവരുത്, ഷോളിലേക്കാവരുത്. അപ്പോൾ ഇതങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയൊരു മാറ്റം ഉണ്ടായിരിക്കും. പഠിക്കാനൊക്കെ കുട്ടികൾ അലസത കാണിക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക്. അത് ഭയങ്കര രസമാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, എവിടെയെങ്കിലൊക്കെ പോയിട്ട് പേഴ്സൊക്കെ അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കോട്ടൺ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് ഇതുപോലെ കത്തിച്ചിട്ട് 4 ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോരുത്തർ 10-20 രൂപ ഒക്കെ തന്നിട്ട് നാട്ടിലേക്ക് വരാനുള്ള പൈസ ഒക്കെ കിട്ടും അല്ലേ. ചില ആളുകൾക്ക് ഇപ്പം ഇതിലാരും അടിച്ചു നിന്നില്ല, പേടിച്ചിട്ടില്ല. പക്ഷെ പലപ്പോഴും പല ക്യാമ്പിലും പോയാൽ പേടിച്ചോടുന്ന കുട്ടികളുണ്ട്. അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ കത്തിപ്പിടിക്കുന്നു. കാരണം അവർക്ക് അത്രയും നെഗറ്റീവ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ്. എല്ലാ കുട്ടികളും ചെയ്തിട്ടും പല കുട്ടികളും ഓടിപ്പോകാറുണ്ട്. പറ്റൂല, എൻ്റെ വായ പൊള്ളും, എനിക്ക് പറ്റും. കാരണം അവരാ നെഗറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു തോട്ട്സുകൾ അങ്ങനെ നിൽക്കുമ്പോൾ അവർക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനെ ഒരിക്കൽ നമ്മൾ നിർബന്ധിച്ചൊക്കെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ ഭയങ്കര റിസൾട്ടാണോ. കുട്ടികളൊക്കെ ഭയങ്കര രസകരമായിട്ട് സാറേ ഒന്നുകൂടി തിന്നോക്കട്ടെ എന്ന് പറഞ്ഞ് ആവേശത്തോടു കൂടി വരും. പല കുട്ടികളും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാറേ അന്നത്തെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടി, ഞാൻ ഭയങ്കര പോസിറ്റീവായി, എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു, വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്, ഞാൻ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്, ഞാൻ എൻ്റെ കോഴ്സ് പാസ്സായിരിക്കും, എനിക്ക് എൻട്രൻസ് കിട്ടും. അങ്ങനെ ഒരുപാട് തള്ളുന്ന മക്കളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്താണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിലത്തെ കുട്ടികൾ. Very good. Okay.